ഇന്നൊരു മധുര പച്ചടി, പൈനാപ്പിൾ കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി ഉണ്ടാക്കാം. നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന നല്ല പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ ചെത്തി കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. പൈനാപ്പിൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഞാനത് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാൻ അതിലേക്കൊരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം ഉപ്പൂടെ നമുക്കിട്ട് കൊടുത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഞാനിത് വേവിക്കാൻ വെച്ചു. നമുക്കിതൊരു 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. ഇത് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. പച്ചടിക്ക് അരപ്പിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ് ഉലുവാപ്പൊടി. ഞാൻ വേറെ ഒന്നും തന്നെ ഇതിന് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. ഞാനൊരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ പച്ചടി വെന്ത് ഞാൻ ഉടച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് ഇളക്കി ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് നമുക്ക് കടുക് വറക്കാം. ചൂടാറിയിട്ടുണ്ട്, നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് കടുക് വറുത്തതൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചടിയുടെ മുകളിലേക്ക് 2-3 മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന നല്ല പൈനാപ്പിൾ പച്ചടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കാരണം അധികം ചേരുവയൊന്നും ചേർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൈനാപ്പിൾ അരിയുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോവരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.